എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പൊ ജിയാങ്ങും യുവാനും കൂട്ടിമുട്ടിരിക്കുകയാണ്. തന്റെ പെർഫെക്റ്റ് മാച്ച് ജിയാങ് ആണെന്ന് യുവാന്റെ പെർഫെക്റ്റ് മാച്ച് താനാണെന്ന് ജിയാങ്ങിനും ഇപ്പൊ മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു ആദ്യത്തെ ഷോക്കില് എന്നാൽ പിന്നീട് ഒരു ചമ്മലോട് കൂടി അവിടെ തന്നെ നിൽക്കുന്നു. ഇന്ന ആളാണ് പെർഫെക്റ്റ് മാച്ച് എന്ന് കണ്ട ശേഷം ഉടനെ അങ്ങ് മാറിപ്പോകാനൊന്നും പറ്റില്ല. കുറച്ചുനേരം അവിടെ നിൽക്കണം, താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഇവരായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, അങ്ങനെ പക്ഷെ സംസാരിക്കുന്നില്ല. ആകെ ഒരു ചമ്മല് രണ്ടുപേർക്ക്. ഇതേ ടീം ഇവരാണ് പരസ്പരം പെർഫെക്റ്റ് മാച്ച് എന്ന് കണ്ട ജൂലി ചുവാനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ആപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവരെങ്ങനെ പെർഫെക്റ്റ് മാച്ച് ആവും? അതെങ്ങനെ നടക്കും? ഇവർ കീരിയും പാമ്പും അല്ലേ എന്നല്ല. അത് കേൾക്കുന്ന ചുവാൻ, എന്റെ ആപ്പിന് തെറ്റില്ല, തീർച്ചയായും ഇവര് തന്നെയാണ് പെർഫെക്റ്റ് മാച്ച്. അത് ഇവര് വൈകി ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്നേ ഉള്ളൂ. നീ നോക്കിയോ, ഇവര് തന്നെ സെറ്റ് ആവുന്നല്ല. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ചുവാനെ കാണാനായി കുറച്ച് പെൺപിള്ളേർ വരുന്നുണ്ട്. ചുവാന്റെ ഈ ഒരു ആപ്പിന്റെ കാര്യമൊക്കെ അറിഞ്ഞ് അവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാനേ വന്നിരിക്കുകയാണ്. അവനെ അങ്ങനെ ആ പെൺപിള്ളേരങ്ങ് പൊതിഞ്ഞു നിന്ന് ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ അസൂയ തോന്നുന്ന സൂലി അവിടെ നിന്ന് മാറിപ്പോകുന്നു. സൂലി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ പെൺപിള്ളേർ പോയി കഴിഞ്ഞ ശേഷമാണ് സൂലി ഇവിടെ ഇല്ലല്ലോ എന്ന കാര്യം ചുവാൻ ശ്രദ്ധിക്കുന്നത്. അവൾ എവിടെ പോയി എന്നറിയില്ല, ഇങ്ങനെ തപ്പാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഡൂലിയാകട്ടെ ലിൻഡ വിളിച്ചത് പ്രകാരം അച്ഛന് വയ്യാന്നറിഞ്ഞ് കാണാനായി പോയിരിക്കാനുള്ള ആള് കുറച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ ആളിപ്പോ മരിക്കും എന്ന രീതിക്ക് കുറച്ച് റൂമേഴ്സ് സ്പ്രെഡ് ആവുന്നുണ്ട്. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം ഇങ്ങനെ മരിക്കും എന്ന ഒരു റൂമർ സ്പ്രെഡ് ആകുമ്പോൾ തന്നെ കമ്പനിക്ക് അത് പെട്ടെന്ന് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ കമ്പനി ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാവും, പെട്ടെന്ന് ഒരു നാദനില്ലാ കളരി കണക്കാവും എന്ന രീതിക്ക് അതിനെ ഒന്ന് ഭയങ്കര വലിയ പ്രശ്നമാക്കി മാറ്റുമ്പോൾ ലിൻഡ തനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോലിയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ആ കമ്പനിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാറി നിൽക്കാനേ അവന് സാധിക്കില്ല. എന്തായാലും അവർ വളർത്തിയതിന്റെ ഒരു നന്ദി എന്ന രീതിക്ക് തിരിച്ച് കമ്പനിയുടെ ഭാഗമാകാനായി അവൻ തയ്യാറാവുന്നു. അപ്പോഴേക്കും ഇവിടെ സൂലിയും ചുവാനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു അക്വേറിയം അടയ്ക്കാനേ പോവാണ്. അതിന്റെ അനൗൺസ്മെന്റ് പറഞ്ഞിട്ടും സൂലി വെളിയിൽ വന്നിട്ടില്ല എന്ന് കണ്ട് ചുവാൻ ആകെ ടെൻഷൻ ആവുന്നു. അവൻ അവിടെയൊക്കെ ഉള്ള തപ്പി നോക്കുമ്പോഴും കാണാതെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സൂലിയാകട്ടെ ഏതോ ഒരു മീനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് ചുറ്റിനും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കായിരുന്നു. അവനാകട്ടെ ഒത്തിരി ടെൻഷൻ അടിച്ച് തപ്പി അവളെ ഒടുക്കം കണ്ടുപിടിക്കുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ട ആ ഒരു ആശ്വാസത്തില്. കൂടാതെ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറച്ച് ദേഷ്യപ്പെടുമ്പോൾ തന്നെ കാണാത്തതിന്റെ ടെൻഷനാണ് അവന്, സ്നേഹം കൊണ്ടാണത് എന്നൊക്കെ ഉള്ളത് അവളെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും ഓഫീസിൽ യുവാന്റെ അസിസ്റ്റന്റ് നിൽക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. ആദ്യം അയാളുടെ താമസ സ്ഥലം കാണണമെന്ന് പറഞ്ഞ് അവിടെ പോയി നിന്ന് യുവാനെ അവന്റെ താമസ സ്ഥലത്ത് നിന്ന് അസിസ്റ്റന്റിന് അങ്ങനെ മാറ്റേണ്ടി വന്നല്ലോ. ഇപ്പതേ ഓഫീസിലേക്ക് കാണാനായി വരുന്നതാണ് ഗേൾ ഫ്രണ്ട് പറയുന്നത്. അവിടെ ജസ്റ്റ് ഒരു അസിസ്റ്റന്റ് അല്ല താൻ, വലിയൊരു ഓഫീഷ്യലാണെന്നൊക്കെയാണല്ലോ പുള്ളിക്കാരൻ ഗേൾ ഫ്രണ്ടിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഗേൾ ഫ്രണ്ട് വന്ന ആകെ പ്രശ്നമാവല്ലോ എന്ന് ടെൻഷൻ ആവുന്ന അയാൾ വേഗം യുവാന്റെ അടുത്ത് ചെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്തവണ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് യുവാൻ നേരെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാനേ പോകുന്നുണ്ട്. കാരണം ആ ഗേൾ ഫ്രണ്ടിന്റെ കണ്ണിൽ അവരുടെ ബോയ് ഫ്രണ്ടിന്റെ അസിസ്റ്റന്റ് ആണല്ലോ യുവാൻ. അങ്ങനെ വിളിച്ചോണ്ട് വരുമ്പോൾ ഓഫീസിലുള്ളവർ യുവാൻ നേരിട്ട് പോയി ഒരാളെ കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ട്, ഓ ഇത് ഏതോ വലിയ ക്ലയന്റിന്റെ മകളാണെന്ന് തോന്നുന്നു, യുവാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു എന്ന രീതിക്ക് റൂമർ സംസാരിക്കുന്നു. എന്തായാലും ആ പെൺകുട്ടി അവിടെ വെച്ച് കാണുന്ന ഷവോ ഇവൾ ആരാണെന്ന് അറിയാനായിട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ, ആരാ യുവാനാണോ എന്ന് ഒരു ഡൗട്ടില് ഷവോ തിരക്കുമ്പോൾ, അല്ലല്ലോ യുവാന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, എന്റെ ബോയ് ഫ്രണ്ട് യുവാനൊന്നും അല്ലാന്ന് ആ പെൺകുട്ടി പറയുന്ന ടീം. യുവാന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, ആരാതെന്ന് ഷവോ തിരക്കുമ്പോൾ ഓൾറെഡി യുവാന്റെയും ജിയാങ്ങിന്റെയും റിലേഷനെ പറ്റി പറയരുത്, തന്റെ ബോസിന്റെ മകളാണ് ജിയാങ്, അപ്പൊ തന്റെ അസിസ്റ്റന്റ് ബോസിന്റെ മകളുമായി പ്രണയത്തിലാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവുന്നൊക്കെ ഓൾറെഡി അയാൾ പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഇവൾ പേര് പറയാതെ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അത്രമാത്രം അറിയാവുന്നേ അവിടെ പറയുന്നുള്ളൂ. എന്നാലും യുവാന് ഗേൾ ഫ്രണ്ടോ, അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇന്ന് അവനെ പ്രപ്പോസ് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഷവോ ആട്ടെ വേഗം യുവാന്റെ അടുത്ത് ഇന്ന് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, തന്റെ കൂടെ വരണോ എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും ഡൂലെ ലിൻഡയുടെ അച്ഛനെ കണ്ട് സംസാരിക്കുന്നു. ആൾക്ക് ഇച്ചിരി എന്ന് സ്റ്റേബിൾ ആവുമ്പോഴേക്കും കണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന ടീം. അവൻ പറയുന്നത് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ കൂടെ ഉണ്ട് എന്നതാണ്. അത് കേൾക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ അന്ന് ഷൗട്ട് ചെയ്തതിൽ തെറ്റൊന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് ഉള്ളിനുള്ളില്ല. കാരണം അവനെ മരണപ്പെട്ട ഇവരുടെ മകന് റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ വളർത്തി തുടങ്ങിയ സമയം തൊട്ട് അവനെ ഭയങ്കരമായി ഇവർ സ്ട്രെസ് ചെയ്യിപ്പിച്ചിരുന്നു. അവനെ ഭയങ്കരമായി ഇവർ ഒതുക്കി ഇവനെ വേറൊരാളാക്കി മാറ്റിയെടുക്കാൻ തന്നെ അവർ നോക്കിയിരുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ ചെയ്ത തെറ്റോർത്ത് മാപ്പ് പറയുന്ന അദ്ദേഹം, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, കുടുംബത്തിന്റെ ഭാഗമായി നിന്നെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് അവനോട് പറയാണ്. പിന്നീട് നമ്മൾ സൂലിയെയും ചുവാനെയും കാണുമ്പോഴേക്കും സൂലിക്ക് അപ്പോഴും ജിയാങ്ങും യുവാനും പെർഫെക്റ്റ് മാച്ച് ആണ് എന്നത് വിശ്വസിക്കാൻ വയ്യ. ശരിക്കും ആപ്പിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നല്ല അവളിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ ആപ്പിന് ഒരു കുഴപ്പമില്ല, അവര് പെർഫെക്റ്റ് മാച്ച് ആണെന്നല്ല ചുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുവാനും താനും എത്രത്തോളം മാച്ച് ആണെന്ന് ഇതിന്റെ ഇടയിൽ ചുവാൻ അറിയാതെ നൈസായിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം സൂലി നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കാകട്ടെ 1% മാത്രമാണ് മാച്ച് കിട്ടിയത്. ഈ 100% കിട്ടിയവർ മാത്രമേ ഭയങ്കര മാച്ച് ആവത്തുള്ളൂ. 1% കിട്ടിയാലും അതൊരു മാച്ച് തന്നെയാണോന്നല്ല സൂലി ചോദിക്കുമ്പോൾ, 1% ഒന്നും ഒരു മാച്ച് അല്ലാന്ന് ചുവാൻ എടുത്തടിച്ച് പറഞ്ഞത് അവൾക്ക് ഭയങ്കര നിരാശയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ക്ലയന്റിനെ കാണാൻ എന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഷവോ
യുവാനെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നത്. ഇവർ ഈ ഡിന്നറിനും അതിനും ഇതിനും ഒക്കെ പോകുമ്പോൾ ക്ലയൻസ് മീറ്റിംഗ് നടത്താറുണ്ടല്ലോ, അപ്പൊ അതേ കണക്ക്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ക്ലയന്റ് എവിടെയും അവൻ തിരക്കുന്ന ടീമാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് ഒന്ന് സംസാരിക്കണം, അതിനുവേണ്ടി വിളിച്ചോണ്ട് വന്നതാണെന്ന് അവൾ പറയുന്ന ടീം. അങ്ങനെ പേഴ്സണലായി സംസാരിക്കാൻ മാത്രം എന്താ ഉള്ള ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നു അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് നടക്കില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ അവൾ ഭയങ്കരമായി അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മളാണ് പെർഫെക്റ്റ് മാച്ച് എന്നല്ല ഓഫീസിൽ എല്ലാവരും പറയാറുണ്ടെന്നെല്ലാം അവൾ പറയുന്ന ടീം. നമ്മളത് ജോലിക്ക് നല്ല മാച്ച് ആയിരിക്കും, പക്ഷെ ലൈഫിൽ ഒരിക്കലും എനിക്ക് മറ്റൊരാളെ ചിന്തിക്കാനേ കഴിയില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നല്ല അവൻ പറയുമ്പോഴേക്കും ദേഷ്യത്തിൽ ഇവൾ അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് തട്ടുന്നുണ്ട്. അത് അവന്റെ ദേഹത്തേക്ക് വീഴുമ്പോൾ വാഷ് ചെയ്യാനായി അവൻ വാഷ്റൂമിലേക്ക് പോകുന്ന ടീം. ഇതൊന്നും അറിയാതെ ജിയാങ് ആകട്ടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തി ഫുഡൊക്കെ കുക്ക് ചെയ്ത് യുവാൻ എത്താനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനെ കാണാതാകുമ്പോൾ അവൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വാഷ്റൂമിലേക്ക് യുവാൻ പോയപ്പോൾ ഫോൺ ടേബിളെ വെച്ചിട്ടായിരുന്നു പോയത്. ഇപ്പോൾ കോള് വരുന്നത് കണ്ട് ഷവു അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായി എന്തെങ്കിലും ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന രീതിക്ക് യുവാൻ കുറച്ച് തിരക്കില്ല. നാളെ ഓഫീസിൽ വന്നിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷവു പെട്ടെന്ന് കോള് കട്ട് ചെയ്യുമ്പോൾ ദേഷ്യം വന്ന് ജിയാങ് ആകട്ടെ യുവാന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് അവൻ വന്നിട്ട് കഴിക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അവൾ ദേഷ്യത്തില് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ യുവാന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ദേഷ്യത്തിൽ അവൾ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന കബോർഡിനകത്ത് നിന്ന് അവൾക്ക് ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ബോക്സോ ഇതിനകത്ത് എന്താണെന്ന് വളരെ ക്യൂരിയസ് ആയി അവൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അവളുമായി റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ് അവൻ അതിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുന്നു. അതായത് പണ്ട് ഇവളുടെ ഒരു ബുക്ക് അവൻ കീറിയിരുന്നു. ഇവൻ എന്ത് ബുക്കാണ് അവൾ വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളത് മറച്ചു പിടിച്ചപ്പോൾ അവനത് പിടിച്ചു വലിച്ച് കീറിയപ്പോൾ ആ ഒരു ബുക്കിന്റെ കീറി വന്ന പേജ് അവനതേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ ഇപ്പൊ എടുത്ത ഫോട്ടോസ് ഇല്ലേ അത് വെച്ചിട്ടുണ്ട്. അതിന്റെ സിമിലറായി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. വെൽറ്റിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതിനെ അവൾ കൊഞ്ചിച്ചപ്പോൾ അവൻ എടുത്ത ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇത് ആ വെൽത്ത് തന്നെയല്ലേ എന്ന് അവൾ കൺഫേം ചെയ്യുന്നത്. ഇടയ്ക്ക് അവനോട് ചോദിച്ചപ്പോഴൊന്നും അവനത് പറഞ്ഞില്ല, സമ്മതിച്ചു കൊടുത്തില്ല ഇത് പണ്ടത്തെ വെൽത്താണെന്ന്. പക്ഷെ ഇപ്പൊ അവളത് കൺഫേം ചെയ്യുന്നു. അങ്ങനെ നോക്കി നോക്കി ആ സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് ഇതിന്ന് കാണുന്നുണ്ട്. അതിനൊപ്പം അവൾ അന്ന് എഴുതി വെച്ച ലവ് ലെറ്റർ ഉണ്ട്. അതിന്റെ കൂടെ അന്നായിട്ട് അവൻ അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കാനായി എഴുതിയിരുന്നല്ലോ, ആ ലെറ്ററും ഇപ്പൊ ഇതിൽ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ട്. അത് വായിക്കുമ്പോഴാണ് ആദ്യമായി അവൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അതായത് ഇവൻ അവൾക്ക് വേണ്ടി ലവ് ലെറ്റർ എഴുതിയിരുന്നു എന്ന ആ ഒരു കാര്യം. അങ്ങനെ അതൊക്കെ അവൾ ഇപ്പൊ വായിച്ചു നോക്കുന്നു. അങ്ങനെ അത് വായിക്കുന്ന അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അവൻ അവളെ ഇഷ്ടമായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്. അന്ന് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇറിറ്റേറ്റിംഗ് ആയാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും ഈ ഒരു കത്തിലൂടെ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ ആ ഒരു പ്രണയത്തിന്റെ ആഴം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ വേഗം തന്നെ അവനെ കാണാനായി അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോഴേക്കും ഷവോയുടെ അടുത്ത് ഒരിക്കലും അവളെ പ്രണയിക്കാനായി തനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന യുവാൻ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് വെച്ചവർ കണ്ടുമുട്ടുമ്പോൾ നീ എന്തെങ്കിലും ഓടിക്കിതച്ച് വരുന്നതെന്ന് ജിയാങ് അങ്ങോട്ടേക്ക് എത്തുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ യുവാൻ ചോദിക്കുമ്പോൾ നിന്നെ കാണാനായിട്ട് വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞ് ഒന്നിക്കുകയാണ്. ഇവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്ന അതേ ടീം തന്നെ ലിൻഡ ഡൂലയെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ഡൂലെ ലിൻഡയുടെ ഫാമിലിയുടെ സ്റ്റെപ്പ് സൺ ആയിരുന്നല്ലോ, പക്ഷെ അവനെ ഇപ്പോ ഇനി ഫാമിലിയിൽ പിടിച്ചു നിർത്തി അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് അവന് ജീവിക്കാൻ സാധിക്കാതെ അവന്റെ ലൈഫ് നശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ലിൻഡയുടെ അച്ഛൻ അവൻ ഇനി ഈ ഒരു കുടുംബത്തിന്റെ സ്റ്റെപ്പ് സൺ അല്ല എന്ന് അവനോട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം അറിയാവുന്ന ലിൻഡ ആക്ച്വലി അവളുടെ മരണപ്പെട്ട സഹോദരന്റെ സ്ഥാനത്താണ് ഡൂലയെ കാണേണ്ടിയിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഉള്ളിൽ ഒരു ഇഷ്ടം അവനോട് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇനി തന്റെ സ്റ്റെപ്പ് ബ്രദർ എന്ന ഒരു ലേബൽ അവനില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അവനോട് ആ ഒരു ഇഷ്ടം തുറന്നു പറയുമ്പോൾ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു താല്പര്യം ഒട്ടും തന്നെ സ്വീകരിക്കാൻ തയ്യാറാവാതെ ഡൂലെ ഷോക്ക് ആവുന്നുണ്ട്. എനിക്ക് ഒരിക്കലും നിന്നെ അങ്ങനെ ഒരു രീതിയിൽ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഡൂലെ ഒരു സിസ്റ്റർ എന്ന രീതിക്ക് മാത്രമേ ഞാൻ ഇന്നും നിന്നെ കണ്ടിട്ടുള്ളൂ, കൂടാതെ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, വേറൊരു പെൺകുട്ടിയും എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നും കൂടി ഡൂലെ പറയുന്നുണ്ട്. ഡൂലെ ഇത് പറയുന്നതെല്ലാം ജിയാങ്ങിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ്. ഒരിക്കലും ജിയാങ്ങും യുവാനും ഇവിടെ പ്രണയിക്കാൻ ആരംഭിച്ചു എന്നത് അവൻ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചുവാനെയാണ്. ചുവാൻ ജിയാങ്ങും യുവാനും റിലേഷൻഷിപ്പിലാണ് എന്നത് കൺഫേം ചെയ്തു. കാരണം ഇവർ കിസ് ചെയ്യുന്നതൊക്കെ അവൻ നേരിട്ട് കണ്ടു. തുടർന്ന് അവൻ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് പ്രണയം ആരംഭിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇപ്പൊ റീസെന്റ് ആയിട്ടാ എന്ന് യുവാൻ ഇച്ചിരി ജാടായിട്ട് പറയുമ്പോൾ അതല്ല സത്യമെന്ന് ജിയാങ്ങിന് അറിയാലോ. അവൾ ഉടനെ തിരുത്തുന്നുണ്ട്. യുവാൻ എന്നെ ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് പ്രണയിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് റിയലൈസ് ചെയ്തത് ഞാൻ ഈ റീസെന്റ് ആയിട്ട് പ്രണയിക്കാൻ ആരംഭിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ അവൻ കുറെ ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ഇവനാണല്ലോ അവന്റെ ആപ്പ് ഉപയോഗിച്ച് 100% മാച്ച് ആയ ഫസ്റ്റ് കപ്പിൾ. അപ്പം അതിന്റെ രീതിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും ഇവൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നുണ്ടോ എന്ന് തോന്നുന്ന യുവാൻ വേഗം തന്നെ അവനെ ഓടിച്ചു വിടുന്നുണ്ട്. അതിനുശേഷം ഇവരാണെങ്കിൽ ഇപ്പൊ പ്രണയിക്കാനായി ആരംഭിച്ചല്ലേ ഉള്ളൂ. അതിന്റെ വളരെ രസകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര ചമ്മലും കാര്യങ്ങളും ഒക്കെ. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറക്കുന്ന ജിയാങ് തന്റെ തൊട്ടടുത്ത് യുവാൻ കിടക്കുന്നത് കണ്ട് ഭയങ്കരമായി നാണിക്കുന്നുണ്ട്. അതിനുശേഷം അവളായിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ടാണ് കിച്ചണിലേക്ക് ചെല്ലുന്നത്. കാരണം പ്രണയിക്കാൻ ആരംഭിച്ചല്ലോ, അപ്പൊ അവൻ തന്നെ കുറച്ച് നല്ല സുന്ദരിയായിട്ട് കാണട്ടെ എന്ന രീതിക്ക്. അങ്ങനെ രസകരമായി ഈ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞവർ ഓഫീസിലേക്ക് എത്തുമ്പോൾ യുവാൻ നിലത്തൊന്നും അല്ല തുള്ളിച്ചാടി നടക്കാണ്. അസിസ്റ്റന്റ് ആകട്ടെ യുവാനിലെ മാറ്റം
കറക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോകാനേ ലീവ് ചോദിക്കുമ്പോൾ ഒരാഴ്ചത്തെ ലീവ് നീ എടുത്തോ, ഒരു കുഴപ്പമില്ലെന്ന മട്ടിലായിരുന്നു യുവാൻ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന അസിസ്റ്റന്റ് എന്താ ജിയാങ്ങുമായിട്ട് പ്രണയിക്കാൻ ആരംഭിച്ചോന്ന് കറക്റ്റ് ആയി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ടീം ഇവർ കണ്ണും കണ്ണും നോക്കി കഥ പറയുന്നതൊക്കെ ഷവോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരു ഡൗട്ട് ഫീൽ ആവുന്നുണ്ട്, ജിയാങ് ആണോ യുവാന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. എന്തായാലും അവളാകട്ടെ അതൊന്ന് കൺഫേം ചെയ്യാനേ അന്ന് ജിയാങ്ങിന് ലേറ്റ് നൈറ്റ് വർക്ക് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് താക്കീത് കണക്ക് പറയുമ്പോൾ ജിയാങ് ഒന്നും എതിർത്ത് അങ്ങനെ പറയുന്നില്ല. എന്തായാലും അങ്ങനെ എല്ലാവരും പോയിട്ടും ജിയാങ് ഇരുന്ന് വർക്ക് ചെയ്യാണ്. അവളാകട്ടെ ലേറ്റ് ആവും, അതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട പൊക്കോ എന്ന് യുവാന്റെ മെസ്സേജ് അയച്ചെങ്കിലും യുവാൻ പോവാതെ അവിടെ കറങ്ങി നടക്കാണ്. ഇതിന്റെ ഇടയിൽ യുവാനാകട്ടെ അവളെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരും വരുന്നു എന്ന് മനസ്സിലാക്കി അവൻ നേരെ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുമ്പോഴേക്കും വരുന്നത് ഷവോ ആണ്. ഷവോ അവിടേക്ക് ഒന്ന് പരതി നോക്കിയിട്ട് ശരി വർക്ക് തീർത്തിട്ട് പോയാൽ മതി എന്ന് വീണ്ടും താക്കീത് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഷവോ കണ്ടില്ലല്ലോ എന്ന സമാധാനം ഇവർക്കാവുന്നുണ്ട്. വെറുതെ ഓഫീസിൽ ഇപ്പോഴും ഒരു റൂമർ അവർക്ക് താല്പര്യമില്ല. എന്തായാലും അപ്പോഴേക്കും ഷവോ ഇവർ കിസ് ചെയ്യുന്ന ഫോട്ടോ അവിടെ മാറി നിന്ന് എടുത്തിരുന്നു. അവൾ ആ ഫോട്ടോ കമ്പനിയുടെ ബാക്കി ഒഫീഷ്യൽസിന് നൽകി ഇതുവഴി ജിയാങ്ങിനും യുവാനും ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ ഇതുപോലെ റൊമാൻസ് ഒന്നും പറ്റില്ല എന്നൊക്കെ വാദിച്ചങ്ങനെ ഇവരുടെ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം, എന്നെ പ്രണയിക്കാത്തവൻ വേറെ ആരെയും പ്രണയിക്കേണ്ട എന്നൊക്കെയാണ് അവളുടെ മനസ്സിലെ കൊനിഷ്ഠ ചിന്തകൾ. അങ്ങനെ ഇവർ ആ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുമ്പോഴേക്കും ജോലി ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിഞ്ഞ അവൾ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാനായി വന്നതാണ്. എന്തായാലും ഇവരുടെ ആ ഒരു പൊരുത്തമൊക്കെ കാണുമ്പോൾ ഇവർ പെർഫെക്റ്റ് മാച്ച് ആണെന്ന് അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും അവൾ അങ്ങനെ നല്ലൊരു ലൈഫൊക്കെ ആശംസിച്ച് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഓഫീസ് കാണുമ്പോഴേക്കും ജിയാങ്ങിന്റെയും യുവാന്റെയും കാര്യം തന്റെ മേലധികാരിയെ അറിയിക്കാനായി അദ്ദേഹത്തെ കാണാനായി ഷവ പോകുമ്പോഴേക്കും അവൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. അവൾ ഇവരെ പറ്റി അവിടെ പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായി പോകുന്നെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും മുന്നേ അദ്ദേഹം അവളോട് ഭയങ്കരമായി ചൂടാവുന്നുണ്ട്. അവൾ കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്ത ഒരു ഫയലില് ഭയങ്കരമായ എറർ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ക്ലയന്റ് ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് റിപ്പോർട്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിൽ ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് അവൾ ചെയ്തു വെച്ചതിന്റെ പേരിൽ അദ്ദേഹം ഭയങ്കരമായി തന്നെ അവളെ ശകാരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവൾ വരുത്തി വെച്ച ഈ ഒരു മിസ്റ്റേക്ക് മൂലം ക്ലയന്റിനുണ്ടായ ലോസിന് അവൾ കോമ്പൻസേറ്റ് ചെയ്തേ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവളോട് ഷൗട്ട് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് യുവാൻ എത്തുന്നത്. ഇത് കേൾക്കുന്ന യുവാൻ ഈ ഒരു തെറ്റ് വന്നത് യുവാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലും യുവാനാണ് അവിടെ ഷവോയുടെ സൂപ്പർവൈസറായി കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും അടുത്ത കൊളീഗായ അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അവനും കൂടി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. 24 മണിക്കൂറിനുള്ളിൽ ക്ലയന്റിന് അപ്പോളജി പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ന്യൂ ആയിട്ടുള്ള ഒരു ഫിനാൻസിംഗ് പ്ലാൻ തയ്യാറാക്കി കൊടുക്കാമെന്നും അതുവരെ ഒരു സാവകാശം തരണമെന്നും ആവശ്യപ്പെടുന്നു. ഒരു 24 മണിക്കൂറത്തെ സാവകാശമാണ് യുവാൻ അവിടെ ചോദിക്കുന്നത്. ഷവോയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു തെറ്റിന്റെ പേരിൽ അവളെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്ന രീതിക്കായിരുന്നു അവരുടെ ഈ ബോസ് നിന്നിരുന്നത്. എന്തായാലും 24 മണിക്കൂറിനകം കാര്യങ്ങൾ ശരിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് താനും ഈ ഒരു പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് പോലും യുവാൻ പറയുന്നുണ്ട്. കമ്പനിയുടെയും ക്ലയന്റിന്റെയും ലോസിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യമോടെ പറയുന്നത്. ഇത് കേൾക്കുന്ന ഷവോ യുവാൻ തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന്റെ പേരിൽ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അവനെ ബാധിക്കുന്ന കാര്യമല്ല, പക്ഷെ ഇത് അവൻ സ്വയമേ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി ഈ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുകയാണ്. അവൻ തനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുമെന്ന് അവൾ ഒട്ടും കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് അവനെ ഈ ഒരു കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ടാണ് അവൾ ആക്ച്വലി ഇദ്ദേഹത്തെ കാണാനായി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെ നേരെ വിപരീതമായി സംഭവിച്ചത്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇനി വളരെ കുറച്ച് എപ്പിസോഡ്സ് ഈ ഒരു ഡ്രാമയ്ക്ക് നമുക്ക് കാണാനായിട്ടുള്ള ഒരു 4-5 എപ്പിസോഡ്സ്, അതിലൂടെ ഡ്രാമ അവസാനിക്കുന്നതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ഒപ്പം കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം. വാട്സപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിലാണ് നമ്മൾ അടുത്തടുത്ത ഡ്രാമാസിന്റെ പോളും കാര്യങ്ങളും ബാക്കി അപ്ഡേറ്റ്സ് ഇടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.